യമുന നദി കരകവിഞ്ഞതോടെ ഡൽഹിയിലെ താഴ്ന്ന മേഖലകൾ വെള്ളക്കെട്ടിലാണ്. യമുന ബസാർ, നിഗംബോധ്ഗഡ്, ഉസ്മാൻപൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുകയാണ്. വിനിത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മഴ കനത്തതോടെ ഡൽഹിയിലെ താഴ്ന്ന മേഖലകളെല്ലാം വെള്ളക്കെട്ടിലാണ്. ഡൽഹിയിലെ യമുന ഘട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യമുന ഘട്ടിൽ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെ ഇതൊക്കെ വീടുകളാണ്. ആ വീടുകളിൽ ഏതാണ്ട് വീടിന്റെയൊക്കെ പകുതിക്ക് മുകളിലേക്ക് വെള്ളം കയറിയൊരു അവസ്ഥയാണുള്ളത്. ഇപ്പോഴും ഈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇവിടെയുള്ള ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമായി അവർ മാറ്റിയിട്ടുണ്ട്. പല ആളുകളുടെയും സാധനങ്ങളൊക്കെ അവരിങ്ങനെ വീടിന് മുകളിലേക്കൊക്കെ ഉപേക്ഷിച്ച് അവർ ഇവിടെ നിന്ന് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഇന്ന് രാവിലെയോടുകൂടി ഈ യമുന നദി കര കവിഞ്ഞതാണ് യമുന ഘട്ടിലും യമുന ബസാറിലേക്കും അടക്കം വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കയറാൻ കാരണമായത്. നിരവധി ആളുകളെ സമീപമുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് വീടിന് മുകളറ്റം വരെയും വെള്ളം കയറിയിരിക്കുകയാണ്. മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ ഇനിയും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. മേഖലയിൽ ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. रेस्क्यू ऑपरेशन कैसा चल रहा है? यहाँ पे रेस्क्यू के लिए चल ही रहा है सभी काम, और दिल्ली सरकार की तरफ से, डीएम ऑफिस की तरफ से, डीएम ऑफिसर और एसडीएम सभी लोग यहाँ पे आ रहे हैं और पूरी कोशिश कर रहे हैं कि इसके लिए लोगों को कोई तकलीफ ना हो, और इसके लिए सारी रोकथाम की जा रही है ताकि किसी भी इंसान को कोई भी परेशानी का सामना ना करना पड़े. ഈ മേഖലയിൽ ഏതാണ്ട് 200ഓളം കുടുംബങ്ങളാണുള്ളത്. 200ഓളം ആളുകളാണ് ഉണ്ടായിരുന്നത്. അവരെയൊക്കെ തന്നെ സുരക്ഷിതമായിട്ടുള്ള ഈ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ തീരത്തിന് സമീപമായിട്ടുള്ള ഈ ചെറിയ ടെന്റ് പോലുള്ള ഈ ക്യാമ്പുകളിലേക്കൊക്കെയാണ് ഇവിടെയുള്ള ആളുകളെ മാറ്റിയിരിക്കുന്നത്. അവർക്ക് ഈ ക്യാമ്പുകളിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം, ഒപ്പം തന്നെ അവർക്ക് കുടിക്കാനുള്ള വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ മേഖലകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ വീടിൻ്റെയൊക്കെ ഏതാണ്ട് മുകളറ്റം വരെയും വെള്ളം ഇങ്ങനെ കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ യമുന ഘട്ടിലേക്ക് ഇറങ്ങുന്ന ആ സ്റ്റെപ്പാണ്. നമുക്ക് ആ പടി കാണുമ്പോൾ അതിന് മുകളിലേക്ക് ഇനിയും വെള്ളം കയറും എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും ഈ മേഖലകളിലുള്ള ആളുകളെ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡൽഹിയിലെ യമുന ഘട്ട് ഉൾപ്പെടെയുള്ള യമുന ബസാർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണുള്ളത്. ഇതിനോടകം തന്നെ മയൂർ വിഹാറിലും പ്രത്യേകം ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 5000-ലധികം പേരെയാണ് വിവിധ മേഖലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യവും സജ്ജീകരണവും ആ ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ യമുന ബസാറിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.